വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യഹോയാദാ പുരോഹിതൻ കാവൽ സൈന്യത്തിൻ്റെ കവാടത്തിലൂടെ പടനായകന്മാർ, കാവൽക്കാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ 7 വയസ്സ് മാത്രം പ്രായമുള്ള യോവാഷ് രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി. പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം പ്രവർത്തിച്ചു. അവൻ ജെറുസലേമിൽ 40 വർഷം ഭരിച്ചു. അക്കാലത്ത് സിറിയ രാജാവായ ഹസായേൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി. അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു. അപ്പോൾ യൂദാ രാജാവായ യോവാഷ് കാഴ്ചദ്രവ്യങ്ങളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ്ണനിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു. യോവാഷ് സില്ലായിലേക്ക് പോകും വഴി തൻ്റെ ഭൃത്യന്മാരായ യോസാക്കാറും യഹോസബാദും ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു. അതിനുശേഷം യോവാഷിൻ്റെ പുത്രൻ അമാസിയ രാജാവായി. യേഹൂവിൻ്റെ മരണത്തിന് ശേഷം മകൻ യഹോവാഹാസ് സമരിയയിൽ ഇസ്രായേലിൽ 12 വർഷം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിൻ്റെയും പുത്രൻ ബെൻഹദാദിൻ്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അവർ സിറിയക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനു ശേഷവും ഇസ്രായേൽ ജനത പാപങ്ങളിൽ മുഴുകി. സമരിയയിൽ അക്ഷേര പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് അവൻ്റെ സൈന്യത്തെ തകർത്തു. യഹോവാഹാസിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ പുത്രൻ യഹോവാഷ് രാജാവായി. അവൻ 16 വർഷം സമരിയയിൽ ഇസ്രായേലിനെ ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ്റെ മരണശേഷം ജെറോബോവാം 2-ാമൻ രാജാവായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.